ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു അവിയലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. മിക്ക ആൾക്കാർക്കും അറിയാം അവിയൽ ഉണ്ടാക്കാൻ. എന്നാലും ഞാൻ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മുടെ കൈവശമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പ്രത്യേകിച്ച് എല്ലാം വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കയ്യിലുള്ളത് മാത്രം എടുത്താൽ മതി. നമ്മളിപ്പോൾ ഉരുളിയിലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉരുളിയൊക്കെ ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഇപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മളിതിലേക്ക് ചേന, ചേമ്പ്, പിന്നെ മറ്റ് വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക അങ്ങനെയുള്ള കുറേ പച്ചക്കറികളും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ ഇളക്കി വഴറ്റി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിനായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട. കാര്യം ഈ പച്ചക്കറിയിൽ നിന്നൊക്കെയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ചിരകി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ജീരകവും, ഒരു 3-4 വെളുത്തുള്ളി, ഒരു വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 5-10 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളി കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഞാൻ നമ്മുടെ അവിയലിന് കഷ്ണങ്ങളൊക്കെ വെന്തോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് ഒന്ന് തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നന്നായിട്ട് ആ കഷ്ണങ്ങളിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്തിട്ടില്ല. ഇനി അടച്ച് വെച്ച് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ച് വെച്ചൊരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ആ ഒരു ചാറ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ ഇളക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പൊത്തി വെക്കുക. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ അവിയലിന് നല്ലൊരു പ്രത്യേക ഒരു മണം തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ ഒരു കറിവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് അരപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുവാണ്. ഇനി 1 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും ആ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് അവിയൽ തയ്യാറാക്കുന്നത്. പല നാട്ടിലും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റൈലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട അവിയലിൻ്റെ കറക്റ്റ് രുചിയും മണമൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണയും ആ തേങ്ങായും കഷ്ണങ്ങളും എല്ലാം കൂടി കൂട്ടി ഇളക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. അപ്പം എൻ്റെ ഈ ഒരു അവിയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഈ രീതിയിലാണോ തയ്യാറാക്കുന്നത് ആണെങ്കിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അതുമല്ല ചുമ്മാതാണെങ്കിൽ ഒരു പ്ലേറ്റിലെടുത്തിട്ട് സ്പൂൺ കൊണ്ട് വെറുതെ കോരി കഴിക്കാനായിട്ടും നല്ലതാണ് അവിയൽ ഇഷ്ടമില്ലാത്ത ഒരു മലയാളികളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്